വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അധിക ദിവസവും ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ഹോളിലുള്ള ജനലിൻ്റെ കർട്ടണൊന്ന് നീക്കിയിട്ട് വെറുതെ ഒന്ന് പുറത്തു നോക്കും, സ്കൈ എങ്ങനെ ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സിറ്റ് ഔട്ട് ഒന്ന് നോക്കും വാതിൽ തുറന്നിട്ട്. എന്നിട്ട് എനിക്കിങ്ങനെ കുറേ നേരം നോക്കിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുകളിൽ ഓപ്പൺ ടെറസ്മെന്നോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ നിന്നൊക്കെ അങ്ങനെ നോക്കും. കാരണം താഴെ നിന്നാണെങ്കിൽ അത്രയ്ക്ക് ഇങ്ങോട്ട് കാണാൻ പറ്റില്ല, മുകളിൽ നിന്നാണെങ്കിൽ കറക്റ്റ് ആ ഒരു ലെവലിൽ നമുക്ക് കാണാൻ പറ്റില്ല, വീഡിയോ എടുക്കാനൊക്കെ പറ്റും. സോ അങ്ങനെ നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്ന ദിവസമാണെങ്കിൽ ഞാൻ ക്യാമറ എടുത്തിട്ട് മുകളിൽ പോയിട്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് വെക്കും. എൻ്റെ ഫോണിലെ ഗാലറിയിൽ ഏറ്റവും കൂടുതലുള്ളത് സ്കൈൻ്റെ ഫോട്ടോസും വീഡിയോസും ആയിരിക്കും കേട്ടോ. എനിക്ക് എത്ര എടുത്താലും മതിയാവില്ല. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റോറേജ് ഇഷ്യൂ വരുമ്പോൾ ഞാനൊക്കെ ഡിലീറ്റ് ചെയ്യും. എവിടെയും പോസ്റ്റ് ചെയ്യുന്നില്ല, എന്നാലും അങ്ങനെ വെറുതെ എടുത്ത് വെക്കും. അങ്ങനെ പിന്നെ എൻ്റെ മോർണിംഗ് റൊട്ടീൻസൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 6:30 സമയം. പിന്നെ ഞാൻ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. ഈ ബെഡ്ഷീറ്റ് നമ്മൾ വിരിക്കണ സമയത്ത് ഇതേപോലെ ബെഡിൻ്റെ താഴക്കാക്കി കറക്റ്റായിട്ട് വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എണീറ്റാൽ പിന്നെ ജസ്റ്റ് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ നീങ്ങിപ്പോരുന്ന പ്രശ്നം ഉണ്ടാവില്ലല്ലോ. പക്ഷേ എൻ്റെ ബെഡിൽ വിരിക്കണ ബെഡ്ഷീറ്റ് സിംഗിൾ ബെഡ്ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കറക്റ്റ് ഫോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു അളവ് എനിക്ക് കിട്ടലില്ല. എനിക്ക് തോന്നണേ എൻ്റെ ബെഡ് കുറച്ചും കൂടെ സിംഗിളാണ് സൈസ്, പക്ഷെ എന്നാലും അതിനേക്കാളും കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നലുണ്ട്. ഞാൻ ഏത് സിംഗിൾ ബെഡ്ഷീറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കറക്റ്റ് സൈസ്, കാരണം മടക്കാനൊന്നും ഉണ്ടാവില്ല. കറക്റ്റായിട്ട് നമ്മൾ വിരിക്കാൻ ഉണ്ടാവും, പക്ഷെ ഇങ്ങനെ ഉള്ളിലാക്കി മടക്കാൻ മാത്രം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഡബിൾ സൈസ് വിരിക്കണ സമയത്ത് ഇങ്ങനെ ചെയ്യലുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ നേരെ അത് മാത്രമായിട്ട് വിരിക്കുകയാണ് ചെയ്യാം. അങ്ങനെ ബെഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഡെസ്കിൽ കുറച്ച് ഈ സ്റ്റിക്കി നോട്ട്സും ബുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ഇന്നലെ രാത്രി അങ്ങനെ എന്തോ എഴുതി വെച്ചതാണ്. ഞാനാണെങ്കിൽ പുതിയ സ്റ്റിക്കി നോട്ട്സ് വാങ്ങിയതിന് ശേഷം എന്തെങ്കിലും പ്ലാൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിൽ മാത്രം ഒതുക്കൂല കേട്ടോ, ഫുൾ എടുത്തിട്ട് 4 എണ്ണത്തിലും എഴുതും. അപ്പോൾ അതാണ് അങ്ങനെ 4 വലിച്ചിട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ പോയിട്ടൊരു ഗ്ലാസ് ചായ എടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം കുറച്ച് രാവിലെയാണല്ലോ, അപ്പോൾ ഈ സമയത്ത് ഞാൻ വെറും ചായ മാത്രം അല്ലെങ്കിൽ ചൂടുവെള്ളം മാത്രമൊക്കെയാണ് കേട്ടോ കുടിക്കലുള്ളത്. അതായത് സ്നാക്സ് ആയിട്ടൊന്നും അങ്ങനെ കഴിക്കലില്ല, ബിസ്ക്കറ്റോ അങ്ങനെ ഒന്നും കഴിക്കലില്ല. പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര വിശപ്പ്. അപ്പോൾ ഞാനൊരു പഴം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഴവും ചായയും കൂടിയാണ് കഴിക്കണേ. കുറച്ച് മുന്നേ വരെയൊക്കെ ഞാൻ ഇതേപോലെ രാവിലെ എണീറ്റൊരു ചായൻ്റെ കൂടെ പഴമോ അല്ലെങ്കിൽ മുട്ട പിങ്ങിയിട്ടുള്ളതോ അങ്ങനെ ഈത്തപ്പഴം എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഒരു മാസമായിട്ട് അങ്ങനെ ഒന്നും കഴിക്കലില്ല, വെറും ചായ മാത്രം കുടിക്കും. പിന്നെ എപ്പോഴാണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണേ അപ്പോഴാണ് ഫുഡായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കലുള്ളത്. അപ്പോൾ ഇനി ഇങ്ങനെ ഏർലി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊരു മിനി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എന്തെങ്കിലുമൊക്കെ കഴിച്ച് തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും എന്തൊക്കെയോ സ്ക്രോൾ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നോയ്സ് നിങ്ങൾക്ക് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ സോറി കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്താൽ മതി. പിന്നെ ഞാൻ ഡെസ്കും കൂടെ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ആക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എന്തെങ്കിലുമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ഒന്ന് ജസ്റ്റ് 1 മിനിറ്റ് പോലും എടുക്കില്ല കേട്ടോ, ഒരു 30 സെക്കൻഡ്സ് ഒക്കെ മതി, ഒന്ന് ക്ലീൻ ആക്കും. ഈ സ്പോട്ട് ക്ലീനിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞാൽ മതിയാവില്ല, അത്രയും ഉണ്ട്, അത്രയും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും വേറൊരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ട്രാക്കിംഗ് ID ഒരു കസ്റ്റമറിൻ്റെ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സ്ലിപ്പൊക്കെ ഞാൻ ഈ ഒരു ഷെൽഫിൽ ഈ ഒരു ഓർഗനൈസറിലാണ് ഇട്ട് വെക്കലുള്ളത്. സോ ഞാൻ ആ ഒരു സ്ലിപ്പ് ഒന്ന് തപ്പാൻ വേണ്ടിയിട്ട് ഡ്രോയർ വലിച്ചിട്ട് കുറേ ഇതിൽ നോക്കി, പക്ഷേ എവിടെയും കാണാനില്ല. കാരണം എന്തൊക്കെയോ കുറേ ആവശ്യമില്ലാത്ത പേപ്പറും ആവശ്യമുള്ള പേപ്പറും ബില്ലും സ്ലിപ്പും എല്ലാം ഉണ്ട് ഇതിൽ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് എനിക്ക് കിട്ടി, ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ്ട, എന്തായാലും ഇതൊന്നൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കുറേ ദിവസമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഡ്രോയറൊന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് ഡീക്ലറ്റർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വേറെ ഒന്നും രണ്ടാമത് ചിന്തിക്കാതെ വേഗം അതാണ് സ്റ്റാർട്ട് ചെയ്ത്. കാരണം കുറേ ആലോചിച്ച് നാളെ ചെയ്യാൻ വിചാരിച്ച് മാറ്റി വെക്കും. അപ്പോൾ അങ്ങനെ ആദ്യം അതിലുള്ള സാധനങ്ങൾ ഫുള്ളായിട്ട് ഞാൻ ഡെസ്കിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇത് എടുത്തിട്ടും തീർന്നില്ലല്ലോ എന്ന് പറഞ്ഞ അവസ്ഥ. ഇനി ഇത് എവിടുന്നാ വരുന്നതെന്ന് തന്നെ എനിക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഞാൻ പേപ്പർ വലിക്കും തോറും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഫുൾ അതിന് ഒഴിവാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് ചെറിയ പീസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു ക്ലോത്ത് വെച്ചിട്ട് ആദ്യം ആ പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുത്ത് എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ആക്കിയിട്ട് ജസ്റ്റ് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡ്രോയർ മെയിനായിട്ടും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പേപ്പേഴ്സും ഡോക്ടറെ കാണിച്ചിട്ടുള്ള ബില്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഞാൻ ഈ കൊറിയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ബില്ലും പിന്നെ വേറെ എന്തെങ്കിലും നമ്മൾ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിയിട്ടുള്ള അതിൻ്റെ ബില്ല് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നും നമ്മൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ വാങ്ങി വന്നിട്ടുള്ള ദിവസം തന്നെ കളയൂല. നമുക്ക് അഥവാ അതിന് റിട്ടേൺ ചെയ്യണമെങ്കിലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാ ഇതിൽ തന്നെ ഇട്ട് വെക്കാം. അങ്ങനെ ഇട്ട് വെച്ച് ഇത് ഫുള്ളായതിന് ശേഷം പിന്നെ എന്ത് കിട്ടിയാലും ഇതിലിട്ട് വെക്കണ ഒരവസ്ഥയായി. ആവശ്യമുള്ളത് ഇല്ലാത്തതൊക്കെ ഉണ്ട്. സോ ആദ്യത്തെ പോലെ തന്നെ ഇനി ആവശ്യമുള്ളത് മാത്രം ഇട്ട് വെക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഈ ഡെസ്കിൽ വെച്ചിട്ടുള്ളതെന്ന് ഞാൻ അങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഒരു യൂസും ഇല്ലയെന്ന് തോന്നുന്നതൊക്കെ അപ്പം തന്നെ എടുത്ത് പുറത്തിടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിലുണ്ട് ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ താഴെ ഇങ്ങനെ ലോക്കുള്ള ഷെൽഫിലാണ് കേട്ടോ ഇട്ട് വെക്കലുള്ളത്. അപ്പോൾ എന്തോ ആവശ്യത്തിനെടുത്ത് പിന്നെ തിരിച്ച് വെക്കാമെന്നുള്ള രീതിക്ക് ഇതിലിട്ട് വെച്ചതായിരുന്നു. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ അതാ കുറച്ച് ജ്വല്ലറി ബോക്സസ് ഉണ്ട് കേട്ടോ അതിലും ഒന്നുമില്ല, ഉള്ളിലൊന്നുമില്ല, ബോക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ലെൻസിൻ്റെ കവറ് പിന്നെ ബാറ്ററി അങ്ങനെ ഓരോന്നൊക്കെയാണ്. ഇതിൻ്റെ ഒരു ഫേവറേറ്റ് ലോക്കറ്റാണ് കേട്ടോ. എൻ്റെ ഇപ്പം പണ്ട് ഞാൻ കുറച്ച് ചെറുതായപ്പോൾ എനിക്ക് സൗദിയിൽ നിന്ന് വന്നപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതായിരുന്നു. ഇതിൻ്റെ കൂടെ അങ്ങനെ ചെയിനൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഈ ഒരു ലോക്കറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് അന്നത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിനേക്കാളും കുറച്ചും കൂടെ കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ കുറേ ആയില്ലേ, അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ വെക്കും തോറും കളറ് മങ്ങി വരുമല്ലോ. അങ്ങനെ വേറെ മങ്ങിയ ടൈപ്പ് ഒരു സിൽവറാണ്. അപ്പോൾ ഒറിജിനൽ സിൽവറാണ് തോന്നുന്നുണ്ട് കേട്ടോ, എനിക്കറിയില്ല. പിന്നെ നെക്സ്റ്റ് ഞാൻ ഇതിൽ ഇന്ത്യ പോസ്റ്റിന്നും DTDC എന്നൊക്കെ ആയിട്ട് കൊറിയർ ചെയ്തതിൻ്റെ സ്ലിപ്പൊക്കെയാണുള്ളത്. അപ്പോൾ അതൊന്നും ഇനി ആവശ്യമില്ല. കാരണം ആവശ്യമുള്ള അതായത് റീസെൻ്റായിട്ട് അയച്ചിട്ടുള്ള അതിൻ്റെതൊക്കെ ഞാനിപ്പം ഡെസ്കിൽ തന്നെയാണ് വെക്കലുള്ളത്. ഡെസ്കിലുള്ള ആ ഒരു ചെറിയ ഓർഗനൈസറിൽ ഇതിൻ്റെ ഇടയിൽ ഇട്ടാൽ തപ്പിയാൽ കിട്ടൂല എന്ന് എനിക്കിന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇതിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഞാൻ കൊറിയർ ചെയ്തിട്ടുള്ള ബില്ലും സ്ലിപ്പും എല്ലാം എടുത്തിട്ട് ഒരു കവറിലാക്കി കെട്ടി വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെക്കാം, മുകളിലോ അങ്ങനെയൊക്കെ വെക്കാമെന്നാണ് വിചാരിക്കണേ. ഒഴിവാക്കാൻ എന്തോ എനിക്കങ്ങോട്ട് തോന്നൂല കേട്ടോ. ഞാൻ ഇതുവരെ ഒന്നും ഡസ്റ്റ്ബിനിക്കിട്ട് കളഞ്ഞിട്ടില്ല. അതിൻ്റെ സ്ലിപ്പ് എല്ലാം ഞാനിങ്ങനെ കുറച്ചങ്ങോട്ട് ആകുമ്പോൾ ഒരു കവറിലാക്കിയിട്ട് അങ്ങനെ എടുത്ത് വെക്കുക ചെയ്യലുള്ളത്. കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് നോക്കാമല്ലോ എത്ര നമ്മളിതുവരെ ചെയ്തു, എത്ര അയച്ചെടുത്തു എന്നൊക്കെ ഉള്ളത്. അതാണെങ്കിൽ അത്യാവശ്യം കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ ചെറിയ സ്ലിപ്പൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് കൂടുതൽ അയക്കുക, ഒരു 5 6 മുകളിലേക്ക് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു A4 ഷീറ്റിലാണ് ഇത് പ്രിൻറ്റ് ചെയ്ത് തരിക. അപ്പോൾ അങ്ങനത്തെ കുറച്ചുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് വെച്ചതിന് ശേഷം പിന്നെ അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലെന്താ അമ്ലൂന് കഴിഞ്ഞ പ്രാവശ്യം LKGന്ന് ആർട്സ് ഡേക്ക് എങ്ങാനും അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനൊരു ഫ്രെയിം കിട്ടിയിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റായിട്ട്. അപ്പോൾ അതും ഞാൻ അതിൽ കൊണ്ടുവന്നാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ നല്ലോണം തുടച്ചിട്ട് മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ളത് ഞാൻ ഡോക്ടറിനെ കാണിച്ചിട്ടുള്ള ഷീറ്റാണ്. അത് കുറേ ഉണ്ടാവും, എന്തൊക്കെയോ കാണിച്ചിട്ടുള്ളതാണ്, കുറേ മുന്നുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എഴുതിയിട്ടുള്ളതും പിന്നെ മരുന്ന്. ഇപ്പോൾ ഞാനങ്ങനെ 5 ദിവസത്തിന് മരുന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ഒരു 3 ദിവസമൊക്കെ കുടിക്കലുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയി എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ഞാൻ കുടിക്കലില്ല. അപ്പോൾ ബാക്കിയുള്ളത് അന്നൊന്നും കളയില്ല. ഇനിയിപ്പോൾ അഥവാ ഉണ്ടായാലോ വിചാരിച്ചിട്ട് ഞാൻ ഇതിലിട്ട് വെക്കും. അങ്ങനെ കുറേ യൂസ് ഇല്ലാത്ത കുറേ മെഡിസിൻസും ഈ ഡോക്ടറെ കാണിച്ച ബില്ലും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് കാണിച്ചിട്ടില്ല. ഇനി നമുക്ക് കാണിക്കാൻ പോകേണ്ടി വരുമെന്ന് തോന്നുന്നത് മാത്രം എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരുവിധം സാധനങ്ങളൊക്കെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ സേവ് ദ ഡേറ്റ് ചെയ്തതിൻ്റെ കാർഡൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നും ആവശ്യമില്ലാത്ത ഒഴിവാക്കിയിട്ട് 1 2 മാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു റെസിൻ്റെ ആൽഫബറ്റ് കീ ചെയിൻ ഉണ്ടല്ലോ, ഇത് ഞാൻ ചെയ്തതല്ല കേട്ടോ, വേറെ ആരോ ഒരു ക്രാഫ്റ്റർ ചെയ്തതാണ്. ഇതെങ്ങനെ എൻ്റെ കയ്യിലെത്തിയതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഹാമ്പർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ റെസിൻ കീ ചെയിൻ വേറൊരു കുട്ടീൻ്റെ അടുത്ത് ഓർഡർ കൊടുത്തിട്ട് എൻ്റെ അഡ്രസ്ക്ക് കൊറിയർ ചെയ്യാൻ വേണ്ടി അങ്ങനെ എൻ്റെ അഡ്രസ്സിൽ വന്നതാണ്. പക്ഷേ ഈ സാധനം കയ്യിൽ കിട്ടിയപ്പോൾ ഓൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ അല്ലായിരുന്നു. ഇതിൻ്റെ ടെക്സ്ചർ ആണെങ്കിലും ആ ഒരു കളറാണെങ്കിലും ഒന്നും ഒരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ. അപ്പോൾ ഓളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഹാമ്പറിൽ വെക്കണ്ട, സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാനാണെങ്കിൽ ഹാമ്പറിൽ വെച്ചിട്ടില്ല, സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ കൂടെ കൊടുക്കാൻ മറന്നുപോയി. അങ്ങനെ എൻ്റെ കയ്യിൽ വെച്ചതാണ്. ഇനി എന്തെങ്കിലും ഓൾ ഇതുവഴി വരികയാണെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്.
പിന്നെ ഇതിലുണ്ടായിരുന്ന എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ ആധാർ കാർഡും പാൻ കാർഡും ലൈസൻസൊക്കെ എന്താണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ തീരെ ശ്രദ്ധ ഇല്ലാണ്ട് വെച്ചേക്കണമെന്നുള്ളതൊക്കെ. അതൊക്കെ നമുക്ക് വളരെ വാല്യൂ ഉള്ള സാധനങ്ങളാണല്ലോ. പക്ഷേ അങ്ങനെയല്ല, ഞാൻ അതിൻ്റെ താഴെയാണ് കേട്ടോ വെക്കലുള്ളത്. താഴെ ലോക്കുള്ളൊരു ഡ്രോയർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഫയലിലാക്കിയിട്ടാണ് എടുത്ത് വെക്കലുള്ളത്. പക്ഷേ ഇതെന്തോ ഒരു ആവശ്യത്തിന് അങ്ങനെ എടുത്തുകൊണ്ട് ഈ ഒരു ഇതിലേക്ക് പിന്നെ എടുത്ത് വെക്കാന്നുള്ള രീതിക്ക് ഇതിലിട്ട് വെച്ചതായിരുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ആയിട്ട് അങ്ങനെ തിരിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഡെസ്ക് പിന്നെയും ഞാനൊന്ന് വെള്ളമാക്കിയിട്ട് ക്ലീൻ ചെയ്യാണ് കേട്ടോ. കാരണം ചെറിയ പൊടിയൊക്കെ ഉണ്ടാവും. ആദ്യം എനിക്കറിയില്ലേനു ഈ ഓർഗനൈസർ ഇന്ന് ഞാൻ ക്ലീൻ ആക്കാൻ പോകുന്നുള്ളത്. അറിയുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ഡെസ്ക് വെറുതെ ക്ലീൻ ആക്കൂലായിരുന്നു. എന്തായാലും രണ്ടാമത്തെ പ്രാവശ്യം ഡെസ്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഞാനിത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ തിരിച്ച് ഈ ഒരു ഡ്രോയറിൽ തന്നെ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിലാവശ്യമുള്ളതിനെക്കാട്ടിലും ഒരു 3 ഇരട്ടി ആവശ്യമില്ലാത്ത സാധനങ്ങളായിരുന്നു എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ആ ഫസ്റ്റത്തെയും ഇപ്പോഴത്തെയും ഈ ഒരു ഇത് കാണുമ്പോൾ മനസ്സിലാവണ്ടല്ലോ. പിന്നെ ഇടയ്ക്കൊക്കെ ഇതേപോലത്തെ ഈ കുത്തി നിറച്ച് വെച്ചിട്ടുള്ള സ്ഥലങ്ങളും ഇങ്ങനത്തെ കുറച്ച് ഏരിയാസൊക്കെ ഡീക്ലറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ. ഒരു കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫൈങ് ആണ് ചെയ്ത് കഴിഞ്ഞിട്ട്. പിന്നെ ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. അതായത് ഇങ്ങനെ ഡീക്ലറ്റർ ചെയ്യണത് നമ്മളെ മൂഡ് ഇമ്പ്രൂവ് ചെയ്യാനും മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും സ്ട്രെസ്സ് റിലീഫ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് കേട്ടോ കുറേയൊക്കെ. കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ബില്ല് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രോയർ ഓപ്പൺ ചെയ്ത് നോക്കിയത് എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇത് കാണുന്നില്ല, എല്ലാം കൂടെ എനിക്ക് ആകെ പ്രാന്തായിനി. പിന്നെ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേനൊരു സമാധാനം, എന്തെങ്കിലും ആവശ്യമുള്ള സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ നമ്മൾ റൂമും നമ്മളിരിക്കുന്ന ചുറ്റുപാടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ഡീക്ലറ്റർ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും ഭയങ്കര ഫോക്കസ് ആയിട്ടിരിക്കാനും കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആവാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യണം നാളെ എന്നൊക്കെ വെച്ച് നിൽക്കണുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ചെയ്തത് നല്ലതായി എന്നുള്ളത്. ഇപ്പോൾ ഞാനതൊക്കെ കഴിഞ്ഞതിന് ശേഷം റൂമൊക്കെ ഒന്ന് അടിച്ചു വാരാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ രാവിലെ ആയിട്ടുള്ളൂ, പക്ഷേ എനിക്ക് എന്തായാലും ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയും കുറച്ച് ചെറിയ ചെറിയ പണികളും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഹോളും സിറ്റൗട്ടും, അതായത് വീട് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് അധികം ഡ്രസ്സ് എനിക്ക് വാഷ് ചെയ്യാൻ വേണ്ടി ഇടാനുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ എടുത്തിട്ട് മെഷീനിൽ കൊണ്ടുവന്ന് ഇടുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എനിക്ക് പോകാനുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച് പോണതിൻ്റെ മുന്നേ ഇത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കാൻ വെച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ വലിയ പണിയില്ലല്ലോ, ഡയറക്റ്റ് എടുത്തിട്ട് ഉണക്കാനിടാമെന്ന് കരുതിയിട്ട് അങ്ങനെ എല്ലാ ഡ്രസ്സും കൊണ്ടുവന്നിട്ട് വാഷ് ചെയ്യാൻ ഇടുന്നുണ്ട്. ഇതിലധികം ഞാനിങ്ങനെ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡെയിലി വാഷ് ചെയ്യലില്ല. എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്തത് ഞാൻ പിന്നെ ഹാങ്കറിലിടും. എന്നിട്ട് പിന്നെ കുറച്ചും കൂടെ ഡ്രസ്സ് ആയി കഴിഞ്ഞിട്ട് ഒരുമിച്ച് അങ്ങനെ വാഷ് ചെയ്യാണ് ചെയ്യലുള്ളത്. അങ്ങനെ അതൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ പോയി ഫ്രഷായി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ള സമയം, ഒരു 12:15 അത്രയൊക്കെ. അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ എന്തൊക്കെയാണ് വാങ്ങാനുള്ളതെന്ന് ഒന്ന് ഫോണിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതാകുമ്പോൾ എനിക്ക് മറന്നു പോണ പ്രശ്നമൊന്നും വരില്ല. അധികവും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യലുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ ഒരു പഴം ചായയും കുടിച്ചതാണല്ലോ, വേറെ അങ്ങനെ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു പണിയായിട്ട് അങ്ങനെ അയിമ കൂടി. അതുകൊണ്ട് തന്നെ പോകുന്നതിൻ്റെ മുന്നേ ചോറ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇന്ന് നേരത്തെ തന്നെ. അപ്പോൾ അതൊക്കെ തിന്നിട്ടാണ് കേട്ടോ പിന്നെ പോണത്. ഇന്ന് ഇപ്പോൾ എനിക്ക് കാര്യമായിട്ടൊരു ഫ്രെയിം വാങ്ങാണ്ട് പ്രിൻ്റ് ചെയ്യാണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഫ്രെയിം വാങ്ങാനാണ് കേട്ടോ പോയിട്ടുള്ളത്. ഒരു A5 സൈസാണ് വേണ്ടിയത്. വുഡൻ ഷെയ്ഡ്, ലൈറ്റ് ഷെയ്ഡ്, അതൊക്കെ ഓൾറെഡി കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ അത് തന്നെ നോക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ A4 സൈസും ജസ്റ്റ് പുതിയൊരു കളക്ഷൻ വന്നപ്പോൾ അങ്ങനെ നോക്കിയതാണ്. പിന്നെ സ്ക്രാപ്പ് ബുക്ക് റിംഗ് ആണ് കേട്ടോ വേണ്ടത്. അതും ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 റാപ്പിംഗ് ഷീറ്റും കൂടെ എടുത്തതിന് ശേഷം നേരെ പ്രിൻ്റ് ചെയ്യാനാണ് പോയിട്ടുള്ളത്. അങ്ങനെ അവിടുന്ന് ആവശ്യമായിട്ടുള്ളതൊക്കെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് ചോക്ലേറ്റ്സും കൂടെ വാങ്ങാണ്ട് ഒരു ഹാമ്പർ അല്ല, ഒരു എക്സ്പ്ലോഷൻ ബോക്സിൽ വെക്കാനുള്ളതാണ്. കുറച്ച് മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് കിറ്റ്കാറ്റ്സും സ്നിക്കേഴ്സും ഡയറി മിൽക്കൊക്കെയാണ് വേണ്ടിയിരുന്നത്. സോ അതും നോക്കിയെടുത്തിട്ടുണ്ട്.
ഇത് പിന്നെ എനിക്ക് കറക്റ്റ് അറിയായിരുന്നു ഏതൊക്കെ ചോക്ലേറ്റാണ് എത്ര രൂപേൻ്റെതാണ് എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പണിയില്ല നോക്കാൻ. ഹാമ്പറിനൊക്കെ ആകുമ്പോഴല്ലേ നമുക്ക് വെച്ച് നോക്കേണ്ട ആവശ്യം വരുള്ളൂ. അങ്ങനെ അത് വാങ്ങിയിട്ട് പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ഈ ഒരു കാർഡ് സ്റ്റോക്കും ചിപ്പോട്ട്സൊക്കെ ഉണ്ടല്ലോ, ചിപ്പോട്ട്സും ഐവറി കാർഡൊക്കെ ആ ഷോപ്പിലേക്കാണ് പോയിട്ടുള്ളത്. എന്നിട്ട് അവിടുന്ന് ഐവറി കാർഡാണ് വേണ്ടിയിരുന്നത്, അതും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങണ ആ ഒരു സമയത്ത് തന്നെ പുറത്ത് അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതുവരെ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒന്ന് കുറയോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ അങ്ങനെ നിന്നതാണ്. സോ ആ സമയത്ത് അവിടെ കുറേ ക്യൂട്ടായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ പെട്ടെന്നൊന്നും കുറയില്ലാന്ന് കണ്ടപ്പോൾ ഞാൻ സൈഡിൽ കൂടെ ഇങ്ങനെ പോവാണ്. എൻ്റെ കയ്യിൽ പേപ്പർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കുറയൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ആകെ പ്രിൻ്റ് ചെയ്തതും ഒക്കെ നനഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരുവിധം ആ സൈഡിൽ കൂടെ പോയിട്ട് പിന്നെ ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്നാണോ കുട എടുക്കണേ അന്നൊരു മഴ ഉണ്ടാവില്ല. കുട എടുക്കാൻ മറക്കണ ദിവസം കറക്റ്റായിട്ട് മഴയും പെയ്യും. ഇന്ന് കുട എടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല കറക്റ്റായിട്ട് മഴയും പെയ്തിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഇതാ ഫസ്റ്റ് തന്നെ ബാഗിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നേരത്തെ കാണിച്ചല്ലോ സ്ക്രാപ്പ് ബുക്ക് റിങ്സ് ആണ്, ചെറുതാണ് കേട്ടോ. നമ്മൾ റിംഗ് ആൽബത്തിനൊക്കെ യൂസ് ചെയ്യൂലേ, അത് ഒരു 5 വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ടൈപ്പ് റാപ്പിംഗ് ഷീറ്റും വാങ്ങിയിട്ടുണ്ട്. എന്തോ ഒരു മാർബിൾ ഡിസൈൻ അങ്ങനെ വരുന്നത്. പിന്നെ ഇതാണ് കേട്ടോ ഫ്രെയിം, A5 സൈസാണ്. പിന്നെ ബാഗിൽ ആ ചോക്ലേറ്റ്സും പിന്നെ ഒരു പെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ബാഗിലിടാൻ പറ്റുന്ന സാധനങ്ങൾക്കൊന്നും കവർ എക്സ്ട്രാ വാങ്ങലില്ല ഷോപ്പിൽ നിന്ന്. കാരണം വെറുതെ പ്ലാസ്റ്റിക് ഇങ്ങനെ വാങ്ങി കൂട്ടാണ്ടല്ലോ വിചാരിച്ചിട്ട് ബാഗിലിടാൻ പറ്റുന്ന ഐറ്റംസ് ആണെങ്കിൽ എക്സ്ട്രാ കവറൊന്നും വാങ്ങാണ്ട് അങ്ങനെ ബാഗിലിട്ടിട്ട് തന്നെയാണ് കൊണ്ടുവരിക. ചോക്ലേറ്റ് ആയിട്ട് ഞാൻ ഈ 10-4 കിറ്റ്കാറ്റും പിന്നെ ഒരു ഡയറി മിൽക്ക് സിൽക്ക് ബബ്ലി, അത് എനിക്കിഷ്ടമുള്ളത് നോക്കി വാങ്ങിയതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബബ്ലി. പിന്നെ സ്നിക്കേഴ്സ് 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു പെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ അങ്ങനെ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡോംസിൻ്റെ ഒരു ബ്ലൂ ആണ്, 5 രൂപയുള്ളൂ കേട്ടോ ഇതിന്. അപ്പോൾ ഇത് എഴുതിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ പിന്നെ ഇതിൻ്റെ ബ്ലാക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പോയപ്പോൾ. പിന്നെ അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഐവറി കാർഡ് ഉണ്ടല്ലോ, അതിങ്ങനെ റോൾ ചെയ്തിട്ടാണ് കിട്ടുക. അപ്പോൾ അതും നേർത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്രിൻ്റ് ചെയ്തിട്ടുള്ളതും ഞാനങ്ങനെ ബെഡിൻ്റെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി ഫ്രഷായി കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വീഡിയോ ബാക്കി എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാനിന്ന് പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതിന് കുറച്ച് വാൾ പോസ്റ്റേഴ്സ് ഉണ്ട്, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഈ ഒരു വീഡിയോ ഞാനിങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യണതിൻ്റെ ഇടയിലാണ് കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിച്ചത്. കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ ഈ വാൾ പോസ്റ്റർ കട്ട് ചെയ്യണത് കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലും സെയിം ആ ഒരു ടൈപ്പ് തന്നെ വന്നു എന്നുള്ളത്. ഇതും നമ്മളൊരു സബ്സ്ക്രൈബർ തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ തീം ഒരു പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിക് കോഡ്സും പിന്നെ കുറച്ച് പോസിറ്റീവ് കോഡ്സൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഖുറാനിക് കോഡ്സൊക്കെ ഉണ്ടല്ലോ അത്. അപ്പോൾ എനിക്കത് പിൻട്രസ്റ്റിൽ നോക്കിയാൽ എത്രത്തോളം കിട്ടും എന്നറിയില്ല. കിട്ടും, പക്ഷെ ഒരു വിചാരിച്ച പോലെ ആവുമോ ഞാൻ എടുത്താൽ എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്തെന്നോ എന്ന് പറഞ്ഞ്. സോ അങ്ങനെ എനിക്ക് ഡോക്യുമെൻ്റായിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള കുറച്ച് ഞാനും ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എനിക്ക് ഷെയർ ചെയ്ത് തരികയാണല്ലോ ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യണതുകൊണ്ട് തന്നെ നമ്മൾ പ്രിൻ്റ് ചെയ്തതും അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്തതും അയച്ചു തന്നതും രണ്ടും തമ്മിൽ ക്വാളിറ്റിയിൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും സെയിം ക്വാളിറ്റി തന്നെക്കാരും. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ വാൾ പോസ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് അതായത് പോസിറ്റീവ് കോഡ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞാൻ റെക്കോർഡ് ചെയ്തപ്പം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് റെക്കോർഡ് ആയിട്ടില്ല, എന്താണെന്ന് അറിയില്ല കേട്ടോ. എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് അത് കാണാനില്ലായിരുന്നു. സോ അതിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പ്രിൻ്റ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് ഈ വാൾ പോസ്റ്റേഴ്സ് വാങ്ങിയിട്ട് തന്നെ യൂസ് ചെയ്യണം എന്നൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങളത് കേട്ടപ്പോൾ വിചാരിക്കണ്ടാവും ഞാൻ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണെന്നുള്ളത്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. നിങ്ങൾ വാങ്ങണം എന്നൊന്നും നിർബന്ധമല്ല. കുറച്ച് സ്കെച്ച് പെന്നും പേപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇത് പിൻട്രസ്റ്റിലോ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ കോഡ്സൊക്കെ എഴുതുക എന്നുള്ളത് അത്ര വലിയ പണിയില്ലല്ലോ.
പണ്ടൊക്കെ ഞാൻ ഈ പ്രിൻ്റ് ചെയ്യണതൊക്കെ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ മുന്നേ, ഈ ഓർഡറൊക്കെ എടുക്കുന്നതിൻ്റെയൊക്കെ മുന്നേ, കുറേ മുന്നേ അന്നൊക്കെ ഞാൻ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകുമ്പോൾ, ഈ ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോകില്ലേ, അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഉള്ളിൽ വെക്കുന്ന കാർഡ്ബോർഡ് പീസസ് ഉണ്ടാവുമല്ലോ, ഡ്രസ്സ് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലൊരു കാർഡ്ബോർഡ് പീസ് വെക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തത് ചില ഷോപ്പിലൊക്കെ പോയാൽ വെറുതെ നമുക്ക് കുറേ തരും. അങ്ങനെ ഏതൊരു ഷോപ്പിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിയപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വീട്ടിലെത്തിയിട്ട് അതൊക്കെ കറക്റ്റ് ഒരു അളവിൽ സ്കെയിലൊക്കെ വെച്ച് മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ സ്കെച്ച് പെൻ ഉണ്ടല്ലോ, സാധാ നമ്മുടെ സ്കെച്ച് കളർ, അത് യൂസ് ചെയ്ത് കുറേ കോഡ്സൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മലയാളം ഇംഗ്ലീഷൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ടായില്ല എഴുതിയിട്ടുള്ളതൊക്കെ. അങ്ങനെ അതായിരുന്നു കുറേ കാലം ഞാൻ എൻ്റെ ചുമരിൽ ഒട്ടിച്ചിട്ടുള്ളത്. അന്നും എനിക്ക് ഈ ഒരു സെയിം റൂം തന്നെയായിരുന്നു കേട്ടോ, ഈ സെയിം വാൾ പോസ്റ്റേഴ്സ് ഒട്ടിച്ച സൈഡിൽ തന്നെയാണ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണോ ഇല്ലാത്തത് അതിനെ പറ്റി ഓർത്ത് ചെയ്യാതെക്കണേനേക്കാളും നല്ലത് ഉള്ളത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. അങ്ങനെ ആ സമയം കൊണ്ട് വാൾ പോസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഭംഗിയുള്ളത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ബെഡിൽ പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. കാരണം അങ്ങോട്ട് ഡയറക്റ്റ് സൺലൈറ്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അങ്ങനെ ഓരോന്നും കറക്റ്റ് അല്ലേ എന്നൊക്കെ നോക്കിയിട്ട് ഒന്നിങ്ങനെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ നേരെ ചായ കുടിക്കാനാണ് പോയിട്ടുള്ളത്. അപ്പോൾ ചായ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കട്ടൻ ചായയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എന്നോട് പാൽപ്പൊടി ഉണ്ട്, പാൽപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് കലക്കി ഒഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പാൽപ്പൊടി കലക്കി ഒഴിക്കുകയാണ്. ഇത് ഈ ചായക്ക് ഇങ്ങനെ ഒഴിക്കണ സമയത്തുള്ള ആ ഒരു ഡിസൈൻ കാണാൻ നല്ല രസമല്ലേ, ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. ഈ ക്ലൗഡ്സ് ഇങ്ങനെ കൂടി വരുന്ന പോലെയാണ് പെട്ടെന്ന് കാണുമ്പം. അങ്ങനെ ചായയും പിന്നെ ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ്. ഈ ഒരു ബിസ്ക്കറ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഒരു വെറൈറ്റി ഫ്ലേവറാണ്. നമ്മുടെ 50-50 ഒക്കെ അല്ലേ, അതിൻ്റെ സോൾട്ട് ഫ്ലേവർ ഉണ്ടല്ലോ, കുറച്ച് നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ഉപ്പ് ടേസ്റ്റ് ഉള്ളത്. അങ്ങനത്തെ 2 ബിസ്ക്കറ്റിൻ്റെ ഇടയിൽ ചോക്ലേറ്റ് ക്രീമും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഈ ഉപ്പിൻ്റെ ടേസ്റ്റും ചോക്ലേറ്റിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ ഒരു വേറെ തന്നെ ടേസ്റ്റാണ്. പിന്നെ ഞാൻ നേരത്തെ രാവിലെ പോയപ്പം ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ കറക്റ്റ് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ മുകളിൽ പോയിട്ട് ഉണക്കാനിടണം. അങ്ങനെ അതെല്ലാം കൂടെ എടുത്തിട്ട് മുകൾക്ക് പോവാണ്. ഞങ്ങളിങ്ങനെ മുകളിൽ ഓപ്പൺ ടെറസ്മേലാണ് കേട്ടോ ഡ്രസ്സൊക്കെ വിരിച്ചിടയിലുള്ളത്. അതുകൊണ്ട് തന്നെ മഴ വരുമ്പോഴൊന്നും വലിയ സീനില്ല, അവിടെ ഇങ്ങനെ കിടന്ന് ഉണങ്ങിക്കോളും. പിന്നെ അന്ന് ഞാനങ്ങനെ വേറെ ഒന്നും വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, രാത്രി അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.